മലയാളത്തിലൊരു വർത്താനുണ്ട്, സ്വന്തം പൊന്നു ചെമ്പായതിന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ബ്രസീലുകാരോടും പോർച്ചുഗലുകാരോടും പറയാനുള്ളത് അതാണ്, നിങ്ങളുടെ ടീം പൊന്നല്ല, ചെമ്പാണ്. അതിനെ ഫിഫയെ കുറ്റം പറഞ്ഞിട്ടോ റഫറിയെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, അവരുടെ ടീം എന്ന് പറയുന്നത് ഒരു സെറ്റായിട്ടുള്ള ടീമല്ല. മാത്രമല്ല അവരുടെ ഇതിഹാസം എന്ന് അവർ വിശ്വസിക്കുന്ന സൂപ്പർ സ്റ്റാർ നെയ്മർ ഫുൾ ഫിറ്റും അല്ലായിരുന്നു. ആ ഒരു ടീം വെച്ച് പോയിട്ട് അവർ തോറ്റുപോയി. പിന്നെ പോർച്ചുഗലിന്റെ കാര്യത്തിലൂടെ വരുമ്പോൾ വേറൊരു കാര്യങ്ങളാണ്, ആങ്ങളെ ചെത്താലും കുഴപ്പമില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് ഇവരുടെ അവസ്ഥ. പോർച്ചുഗൽ തോറ്റാലും കുഴപ്പമില്ല, റൊണാൾഡോയ്ക്ക് വേൾഡ് കപ്പ് കിട്ടരുത് എന്ന രീതിയിൽ കളിക്കുന്ന ടീംമേറ്റ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ചെമ്പും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കപ്പ് കിട്ടാൻ പോകുന്നു അതുകൊണ്ടാണ് പുറത്തായത്. അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ അർജന്റീനയും ഫിഫയും കുറ്റം പറഞ്ഞിട്ടോ റഫറിങ്ങിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യം. മാനുഷികമായ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇത് തന്നെയാണ് ഈജിപ്തുകാരോടും പറയാനുള്ളത്. ഈജിപ്തിൽ പ്രത്യേകിച്ച് ഈജിപ്തിന്റെ കോച്ച്, അതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്ലേയേഴ്സ്, അല്ലാതെ ഇന്റർനാഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ള സലയ്ക്ക് അറിയാം. സലയുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കോച്ച് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം മുന്നൂടെ കളിയുടെ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും. ഇതിനു മുമ്പ് അർജന്റീന ഒരിക്കലും അനുഭവിച്ചിട്ടുള്ള ഗോൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള അവസരം ഒരു പിന്നീട് സംഭവിച്ചു. അതുപോലെ തന്നെ സലയുടെ ഫൗള്, അത് ഫൗളാണെന്ന് പറയും. കാരണം ഫസ്റ്റ് ടച്ച് എടുത്തത് അൽവരസ് ആണ്. റൂൾ നമ്പർ 12. ഫസ്റ്റ് ടച്ച് എടുക്കുന്നത് അൽവരസ് ആണ്. അൽവരസ് ടച്ച് എടുക്കുന്നതോടുകൂടി സല ഫുൾ ബോഡി കൺട്രോൾ നഷ്ടപ്പെട്ട് വീണ് പറയും. അടുത്ത ടച്ചിന് പോകുന്നതിന് മുമ്പ് കാലിന്താലും ടച്ച് ചെയ്തില്ലെന്നാലും പറഞ്ഞില്ല, കാലിന്താലും ടച്ച് ചെയ്യും. പക്ഷെ അതൊരു ഫോൾ ആയിട്ട് കണക്കാക്കാറില്ല. അതിന്റെ അടുത്ത ബോളിൽ തന്നെ അൽവരസ് റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകും. അത് എന്ത് മനോഹരമായ കളിയാണ്. ആ കളി ആസ്വദിക്കാനുള്ളതിന് ഈജിപ്റ്റ് വളരെ ഭംഗിയായിട്ട് 75 മിനിറ്റ് വരെ കളിക്കുന്നു, 2 ഗോള് നേടുന്നു. അവർ 15 മിനിറ്റിൽ കംബാക്ക് നടക്കുന്നു. മനോഹരമായിട്ട് അർജന്റീന തിരിച്ചു വരുന്നു. ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കളി ആസ്വദിക്കുന്നതിന് പകരം വൃത്തികെട്ട ഫാനിസം വെച്ച് ടോക്സിക് ഫാൻസ് കാണിക്കുന്ന പരിപാടിയെ ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പുറമുള്ള യാഥാർത്ഥ്യം. ഈ ടോക്സിക് ഫാൻസ് ഒന്ന് എടുത്തു പറയാണ്ടവരുണ്ട്. ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവർ, ഫുട്ബോൾ ഫാൻസ്, അത് റൊണാൾഡോ ഫാൻസ് ആയാലും നെയ്മർ ഫാൻസ് ആയാലും ബ്രസീലുകാരായാലും ആരായാലും ഫുട്ബോൾ ഫാൻസ് ഇന്നലത്തെ 75 മിനിറ്റിന് ശേഷമുള്ള അർജന്റീനയുടെ കളി വിലയിരുത്തുന്നത് മികച്ച കളി, അല്ലെങ്കിൽ മികച്ച കൺബാക്ക്, ഫുട്ബോൾ ചരിത്രത്തിലെ എഴുതപ്പെട്ട ഒരു മികച്ച കൺബാക്ക് ആയിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. എന്നുവെച്ചാലേ ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ 75 മിനിറ്റും മെസ്സിയുടെ ടച്ചുകളൊന്നും ശരിയാവുന്നില്ല. മെസ്സി ആ സെന്ററിൽ ബുദ്ധിമുട്ടാണ്. സെന്ററിലോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. ക്ലോസ് ഡൗൺ ചെയ്യുക മെസ്സി ഒന്നും ചെയ്യാൻ പറ്റാണ്. മെസ്സി പതുക്കെ തന്റെ പ്രിയപ്പെട്ട വലത് വിങ്ങിലേക്ക് മാറുന്നു. അത് വിങ്ങിലേക്ക് മാറുവാണ് ഈജിപ്റ്റ് ഡിഫൻസ് കോമ്പാക്ട് ആയിട്ട് നടുക്ക് നിൽക്കുക. അവർ വിചാരിക്കും മെസ്സി വിങ്ങിപ്പോയില്ലേ, ഇനി അകത്തോട്ട് വരുമ്പോൾ നോക്കാം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് എന്താ നമ്മൾ പറയാ, എന്തൊരു ഡയലോഗ് ഇല്ലേ, വലത്തിരിങ്ങിലെ മെസ്സിയോളം പേടിക്കേണ്ടതൊന്നുമില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് മെസ്സി ക്രോസ് ചെയ്യുന്ന ഗോൾ വരുന്നത്. ആദ്യത്തെ ഗോൾ തൊട്ട് പേടിച്ചു. ഗോൾ വരുന്നതിന് മുമ്പ് തന്നെ മെസ്സി വലത്തോട്ട് പോയി. ആ ഒരു മൂവ്മെന്റ് നമ്മൾ ക്രൊയേഷ്യക്കെതിരെ കഴിഞ്ഞ സെമി കണ്ടതിന്റെ ഏകദേശം അതിന്റെ അത്രയൊന്നും വരില്ലെങ്കിലും അതിന് പോലും മുന്നേറ്റം, ആ മുന്നേറ്റത്തിനോടിൽ അദ്ദേഹം വീഴുന്നു. അവിടെ നിന്ന് എണീക്കുന്ന മെസ്സിയെ പിന്നീട് അങ്ങോട്ട് കാണുന്നത് മെസ്സി ഫുട്ബോളിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നീട് മത്സരം മെസ്സിയാണ്. മെസ്സി റൊമേറോയ്ക്ക് ഒരുക്കുന്നു, റൊമേറോ ഹെഡ് ചെയ്യുന്നു മികച്ച ഹെഡ്. റൊമേറോയുടെ മികച്ച ഒരു ഹെഡിൽ കൂടെ അദ്ദേഹം പോസ്റ്റിലേക്ക് വിടുന്നു. ബോളിൽ ടച്ച് ഉണ്ട്. രണ്ടാമത്തെ ബോൾ മെസ്സി ടച്ച് ചെയ്യുന്നു. മെസ്സി ടച്ച് ചെയ്ത് കൊടുക്കുന്ന ബോൾ മാർട്ടിനസ് അടിക്കുന്നു. മാർട്ടിനസ് ക്രോസ് ചെയ്താണ്. മാർട്ടിനസ് പാസ് വെച്ചു. മോണ്ടിയലിന് മികച്ചൊരു അറ്റംപ്റ്റ് നടന്നില്ല. മോണ്ടിയൽ തിരിച്ച ആ ബോൾ അദ്ദേഹം ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ രണ്ടാമത്തെ അദ്ദേഹം കണക്ട് ചെയ്യാൻ ശ്രമിച്ചാണ്. കണക്ട് ചെയ്ത് കറക്റ്റ് മെസ്സിയിലേക്ക് തന്നെ ഗോളാവുന്നു. 2 ഗോളിലും ഗോളിയുടെ കൈയെങ്കിലും തട്ടിയെന്ന് തോന്നുന്നു. മൂന്നാമത്തേൽ അതുമില്ല. ഡിഫൻസ് പോലും ബോഡിയെ കാഴ്ചക്കാരനാക്കിയിട്ട് എൻസോയുടെ മനോഹരമായ ഒരു ഹെഡ്, മാർട്ടിനസിന്റെ പാസ്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈജിപ്തിന്റെ രണ്ടാമത്തെ ഗോൾ അതിമനോഹരമായിട്ടുള്ള നിഷേധിക്കപ്പെട്ട ഗോളും മനോഹരമായിട്ട് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. എല്ലാ ഗോളും ഇന്നത്തെ കളി പറഞ്ഞ എല്ലാ ഗോളും എനിക്ക് എല്ലാ ഗോളും ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ഗോളും രസകരമായിരുന്നു, രണ്ടാമത്തെ ഗോളും രസമായിരുന്നു. എന്ത് രസമായിട്ടാണ് കളിച്ച് ഈജിപ്റ്റ്. അർജന്റീന അവസാനം 15 മിനിറ്റിൽ അതിനെ കവർ ചെയ്തു. മത്സര പരിചയം, എക്സ്പീരിയൻസ്, മെസ്സിയുടെ ഇന്റലിജൻസ്, ലോകവേദിയിലേക്ക് എത്തുമ്പോൾ മെന്റാലിറ്റി ഉണ്ടല്ലോ, ചാമ്പ്യൻ മെന്റാലിറ്റി എന്ന് പറയുന്ന സാധനം. ആ ഒരു സാധനമാണ് ഇതിൽ വർക്ക് ചെയ്തത്. ലോക ചാമ്പ്യന്മാരാകുമ്പോൾ ആ ഒരു നിലവാരത്തിൽ വരണ്ടേ. അതുപോലെ തന്നെ അർജന്റീനയുടെ 12th മാൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ലയണൽ സ്കലോണി, അദ്ദേഹം 70 മിനിറ്റിനപ്പുറവും ടീം പരാജയത്തിലേക്ക് പോകുന്നത് കണ്ടിട്ടും അദ്ദേഹം കൂളായിട്ട് തന്നെയാണ് തന്നെ.
അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ വജ്രായുധങ്ങളിൽ ഒന്നെടുക്കുന്നു. അദ്ദേഹം നമ്മളെല്ലാവരും ഈ വേൾഡ് കപ്പിൽ തുടക്കം തൊട്ട് എല്ലാവരും പ്രൊഡിക്ട് ചെയ്തതാണ് അൽവരസ് മാർട്ടിനസ് മെസ്സി എന്ന് വരും. മെസ്സി നിൽക്കുമ്പോൾ അൽവരസിനെയും മാർട്ടിനസ് ഇറക്കാറുണ്ട്. അത് 75 മിനിറ്റിന് ശേഷം ഉണ്ടായി. അതുപോലെ തന്നെ മോണ്ടിൽ വന്നു, കളി കുറച്ച് ചേഞ്ച് ആയി. അൽവരസ് മാർട്ടിനസ് വന്ന് 2 അറ്റാക്ക് ചെയ്ത് നന്നായിട്ട് തന്നെ കളിച്ചു. ഒരു ചേഞ്ച് ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ കയ്യിൽ ഇനിയും ആയുധങ്ങളുണ്ട്. അർജന്റീനയിൽ ഇനിയും ആയുധങ്ങളുണ്ട്. ആരും കറന്ന് നിലവിളിച്ചിട്ടും കറങ്ങിയിട്ടും കാര്യമില്ല. അതിന്റെ ആയുധങ്ങൾ ഓരോന്നായിട്ട് പുറത്തു. ഡിഫൻസ് കുറച്ച് മോശമാണ്, അത് ഉറപ്പാണ്. ഡിഫൻസ് ഭയങ്കര മോശമില്ല. അല്ല, ഈ ഇംഗ്ലണ്ട് കംബാക്ക് നടത്തിയപ്പോൾ ആർക്കും പ്രശ്നമില്ലായിരുന്നു. ഒരു ഗോളിന് പുറകെ നിന്നിട്ട് കോങ്കോയ്ക്കെതിരെ ഈ 2 മിനിറ്റിലാണ് സംഭവിച്ചത്. മെക്സിക്കോക്കെതിരെ ഇംഗ്ലണ്ട് 2 മിനിറ്റിലാണ് 2 ഗോൾ അടിച്ച് കയറി വന്നു. മറ്റു പലതും പ്രശ്നങ്ങളല്ല, ഇതാണ് പലർക്കും പ്രശ്നം. 96-ാം മിനിറ്റിൽ ബ്രസീൽ ജപ്പാനെതിരെ ഗോൾ അടിച്ച് കയറിയപ്പോൾ കൈയടിച്ചതാണ്, എല്ലാവരും കൈയടിച്ചതാണ്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും പ്രശ്നമായി, ഫിഫ ബോയിയായി. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അർജന്റീന ക്വാർട്ടറിലെത്തി, ക്വാർട്ടർ ലൈനപ്പ് ആയിട്ടുണ്ട്. ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളി ചേർന്ന മത്സരത്തിൽ ജയിച്ച സ്വിറ്റ്സർലാൻഡ് ആണ്. കൊളംബിയയെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ സ്വിറ്റ്സർലാൻഡ് നമ്മൾ കൊളംബിയ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന മത്സരമാണ്. കൊളംബിയയുടെ ബോഡി വെച്ചുള്ള ശക്തമായ കളിയെ പ്രതിരോധിച്ച് സ്വിറ്റ്സർലാൻഡ് എത്തിയിരിക്കുന്നു. അടുത്തത് യൂറോപ്യൻ ഒരു ലാറ്റിൻ അമേരിക്കൻ ടീം കൂടെ പുറത്തായി. യൂറോപ്യൻ ടീമുകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഒരു അമേരിക്കൻ ക്വാർട്ടറിൽ 6 യൂറോപ്യൻ ടീമാണ്. 6 യൂറോപ്യൻ ടീമും ഒരു അമേരിക്കനും ഒരു ആഫ്രിക്കൻ ടീമും. സെമിയിൽ എന്തായാലും ആഫ്രിക്കൻ അമേരിക്കൻ പ്രാതിനിധ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം. രണ്ടിടത്തായതുകൊണ്ട് രണ്ടുപേർത്തും ഉണ്ടാവട്ടെ. എന്തായാലും മത്സരങ്ങൾ നാളെ, ഇന്ന് എല്ലാവർക്കും ഉറങ്ങാം. നാളെയാണ് മത്സരം. നാളെ ഇമ്പൂമ വരികയാണ്. ഇമ്പൂമോയും മക്കിമിയും തമ്മിൽ PSG പഴയ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു മത്സരം. എംബാപ്പെ. പിന്നെ രണ്ടാമത്തെ മത്സരം ഇംഗ്ലണ്ട് നോർവേ ആണ്. ഇംഗ്ലണ്ട് നോർവേ രണ്ടാമത്തെ മത്സരം. ഹാലൻഡ് വേഴ്സസ് ഹാരി കെയ്ൻ, 2 ഗോൾ സ്കോറിംഗ് മെഷീനുകൾ തമ്മിലുള്ള മത്സരം. ഹാലൻഡ് വേഴ്സസ് ജൂഡ് ബെല്ലിംഗ്ഹാം. എന്തായാലും കൊള്ളാം. അന്നെങ്കിലും ബാക്ക് ടു ഹോം നടക്കുമെന്ന് വിചാരിക്കാം. മറ്റൊരു മൂന്നാമത്തെ മത്സരം സ്പെയിൻ ബെൽജിയമാണ്. ബെൽജിയത്തെ നമ്മൾ എഴുതി തള്ളപ്പെട്ടതാണ്. ഈ വർഷം ബെൽജിയം ചിത്രത്തിൽ പോലും ഇല്ല. റാങ്കിങ്ങിലൊക്കെ ബാക്കിലോട്ട് പോകുന്നു. എഴുതി തള്ളപ്പെട്ട ബെൽജിയം തിരിച്ചു വരുന്നു. സ്പെയിൻ കഴിഞ്ഞ കളി കളിച്ച സ്പെയിനാണെന്നുണ്ടെങ്കിൽ പരാജയമായി. അങ്ങനെ തോപ്പിച്ച കളിയും വെച്ച് ബെൽജിയത്തിനെതിരെ പോയ സ്പെയിൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. പിന്നെ അർജന്റീന സ്വിറ്റ്സർലാൻഡ്. എന്തായാലും നമുക്ക് വരും മത്സരങ്ങളിൽ കാണാം. അപ്പോൾ ഫിഫയുടെ പേര് പറഞ്ഞ് മെസ്സിയെ ഫിഫ ബോയിയാക്കി അർജന്റീനയെ കമ്മിറ്റി ടീം ആക്കുന്നവർ വിലാപം തുടരുക, പരാതികളും പരിഭവങ്ങളും തുടരുക. നിങ്ങളുടെ കരച്ചിൽ അർജന്റീനയ്ക്ക് കൂടുതൽ ശക്തി പകരും. ഫുട്ബോൾ ആസ്വദിക്കുക, ഫുട്ബോളിന് വേണ്ടി, ഫുട്ബോളിന്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുക.